സർവ്വരോഗത്തിനുമുള്ള പ്രതിരോധ ഔഷധമായാണ് പുകയിലയെ ആദ്യകാലങ്ങളിൽ പരിഗണിക്കപ്പെട്ടത്. തലവേദന, ജലദോഷം, വ്രണങ്ങൾ, ദഹനക്കുറവ്, വയറുവേദന, വാതം, നീര് എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്ക് പുകയില ഉൾപ്പെട്ട ഔഷധങ്ങൾ ഉപയോഗിച്ചിരുന്നു. ശരീരത്തിന്റെ ക്ഷീണാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഉണർവുണ്ടാക്കാൻ സാധിക്കുന്ന ഘടകം എന്നതായിരുന്നു പുകയിലയുടെ പ്ലസ് പോയിന്റ്. എന്നാൽ പുകയിലയുടെ സ്വാഭാവിക ഉപയോഗത്തിന് ഔഷധ ഗുണമുണ്ടെന്ന പ്രചാരത്തിന് ശാസ്ത്രീയമായ അടിസ്ഥാനമൊന്നുമില്ലായിരുന്നു. 17ാം നൂറ്റാണ്ടോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ പുകയില കൃഷി ചെയ്യാൻ തുടങ്ങി. ചുരുട്ട്, സിഗരറ്റ്, ബീഡി എന്നിങ്ങനെ പുകയുള്ളതും പുകയില്ലാത്തതുമായ രീതിയിൽ അവയുടെ ഉപയോഗം വ്യാപകമായി. 18ാം നൂറ്റാണ്ടോടെ പുകയിലയുടെ ദോഷവശങ്ങൾ ശാസ്ത്രീയമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങി. പുകയില ഉപഭോഗം ക്യാൻസറിനും ഹൃദ്രോഗത്തിനും കാരണമാകുന്നതായി 1990കളിൽ കണ്ടെത്തിയതോടെ പുകയില ഉപയോഗത്തിന് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ വന്നു തുടങ്ങി. പുകയിലയിൽ അടങ്ങിയ അപകടകാരികളായ ഒട്ടനവധി ഘടകങ്ങളിൽ നിക്കോട്ടിൻ എന്ന ആൽക്കലോയിഡാണ് പ്രധാന വില്ലൻ. പുകയിലയുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും ലഹരിദായക സ്വഭാവത്തിന് കാരണം നിക്കോട്ടിനാണ്. സാധാരണ ശ്വാസകോശ രോഗം മുതൽ മരണകാരിയായ അർബുദം വരെയാണ് അതിന്റെ ഫലം. അതുകൊണ്ട് സുരക്ഷിതമായ പുകയില ഉപയോഗം എന്നൊരു സംഗതി സാധ്യമല്ല. ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും പുകയിലയുടെ ഔഷധ ഗുണം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പുകയില കഷായം പോലുള്ളവ ജൈവ കീടനാശിനികളായും ഉപയോഗിക്കുന്നുണ്ട്.